ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു വെജിറ്റേറിയൻ സൈഡ് ഡിഷാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുക്കറിലേക്ക് 1/2 കപ്പ് പരിപ്പ് വാഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വേകുന്ന പരിപ്പായിരിക്കണം. സാമ്പാർ പരിപ്പ്, പീസ് പരിപ്പോ അല്ലെങ്കിൽ മസൂർ ദാലോ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കടലപ്പരിപ്പ് ഉപയോഗിക്കരുത്. ഇതിലേക്ക് 500 ഗ്രാം തൊലി ചീവി അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞ പടവലങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നതാണ്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം. ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്താൽ മതിയാകും. ഈ കഷ്ണങ്ങൾക്കൊപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പടവലങ്ങയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇനി കുക്കർ അടച്ച് 1 വിസിൽ വന്നതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എരിവിനുള്ള 1 പച്ചമുളക് ചേർക്കാം. 1 ചെറിയ അല്ലി വെളുത്തുള്ളി ചേർക്കാം. 1 ചെറുള്ളി ചേർക്കാം. 4-5 കറിവേപ്പില ചേർക്കാം. പിന്നെ ഈ തേങ്ങയ്ക്ക് വേണ്ട അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇത് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 6-7 ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചുവന്ന് വരുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറുള്ളിയൊക്കെ ഏകദേശം നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ വറ്റൽമുളക് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ വറ്റൽമുളകായതുകൊണ്ട് ഞാൻ മുറിക്കാതെയാണ് ചേർത്തിരിക്കുന്നത്. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇതിലേക്ക് ഇനി കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് വറവുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അരപ്പ് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും പടവലങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഉച്ചക്ക് കറിയൊക്കെ ഒന്നും ഇല്ലെങ്കിൽ അധികം സമയമൊന്നും വേണ്ട ഈ കറി തയ്യാറാക്കാനായിട്ട്. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. പടവലങ്ങയൊക്കെ വളരെ നല്ലതാണ് നമ്മളുടെ ശരീരത്തിന്. നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ പടവലങ്ങ. ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കരളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശങ്ങളൊക്കെ പുറത്ത് വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് ഈ പടവലങ്ങ വളരെയധികം സഹായിക്കുന്നുണ്ട്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ്. വളരെയധികം വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളും കൂടിയാണ്. ഇപ്പോൾ പടവലങ്ങ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണിത്. ഇത് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ, പിന്നെ ഇത് ചപ്പാത്തിക്കൊപ്പം കഴിക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.